വ്യൂസ് കുറവായിട്ടും എന്തിനാണ് എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്? ആ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ? അല്ലെങ്കിൽ യൂട്യൂബിന്റെ പിറകെ നടന്ന് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? യൂട്യൂബിലെ ഒരു തുടക്കക്കാരാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഞാൻ ഇപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കൺസിസ്റ്റന്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാകും, എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ട്. എന്നാൽ എല്ലാ വീഡിയോയ്ക്കും വലിയ വ്യൂ ഒന്നും വരാറില്ല. ചില വീഡിയോസിന് അത് സാഹചര്യം അനുസരിച്ച് വ്യൂസ് ഉണ്ടാവാം. ചിലപ്പോൾ 50ഉം 60ഉം മാത്രം വ്യൂസ് ഉള്ള കുഞ്ഞു വീഡിയോസ് അല്ലെങ്കിൽ അധികം റീച്ച് കിട്ടാത്ത വീഡിയോകളും ഉണ്ടാകാം. എങ്കിലും എൻ്റെ ചാനലിൽ വീഡിയോകൾ വരാറുണ്ട്. അതെന്താണ് കാരണം? അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. സോ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. യൂട്യൂബർ ആണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. യൂട്യൂബിനെ കുറിച്ച് മാത്രമല്ല, നിങ്ങൾക്കും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മെയിനായിട്ട് നമ്മൾ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ് ആണ് നൽകുക. അതോടൊപ്പം ജോലി സംബന്ധമായ അറിയിപ്പുകളുണ്ട്. നമ്മുടെ യൂട്യൂബ് സീരീസിലെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. സോ ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാൻ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ. അങ്ങനെ ലൈക്ക് ചെയ്തെങ്കിലേ കൂടുതൽ ആളുകളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ കൂടുതൽ ആളുകൾ ഇത് കാണാൻ വേണ്ടി ഒന്ന് വീഡിയോ ലൈക്ക് കൂടി ചെയ്ത് കാണുമല്ലോ. സോ നമുക്ക് നോക്കാം, എനിക്ക് എന്തുകൊണ്ടാണ് വ്യൂസ് കുറവാണെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നത് എന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇതൊരു എഡ്യൂക്കേഷണൽ ചാനലാണ്. ഓക്കെ, റൈറ്റ്. ഇവിടെ നമുക്ക് പലപ്പോഴും ഒരു കോഴ്സിന്റെ അലോട്ട്മെന്റ് അല്ലെങ്കിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതായത് അലോട്ട്മെന്റുകൾ അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇടയിൽ നമുക്ക് വ്യൂസ് കുറഞ്ഞെങ്കിലും ആ വീഡിയോ കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഒരു താങ്ക് യു കമന്റ് മതി നമുക്കൊരു വീഡിയോ ചെയ്യാൻ മോട്ടിവേഷൻ കിട്ടാനായിട്ട്. സോ നമ്മുടെ വീഡിയോ കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് പ്രൈമറിലി നമ്മൾ ചിലപ്പോൾ 10-20 വ്യൂസേ കിട്ടത്തുള്ളൂ ഈ വീഡിയോയ്ക്ക്, എന്നിരുന്നാലും എന്ത് ചെയ്യുക, വീഡിയോസ് ചെയ്യുന്നത്. കാരണം നമുക്ക് നമ്മുടെ ഓഡിയൻസ് ആണ് എപ്പോഴും മുഖ്യമായിട്ടുള്ള ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ. നമുക്കൊരു കടയുണ്ടെന്ന് വിചാരിക്കുക, ഒരു ഷോപ്പുണ്ട്. സോ ഈ ഷോപ്പ് നമ്മള് ബിസിനസ്സാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം. ഇന്ന് അധികം ആളുകൾ വരില്ല എന്ന് വെച്ച് തുറന്നില്ലെങ്കിൽ നമുക്ക് ഒരു കച്ചവടം കിട്ടാൻ പോകുന്നില്ല. പക്ഷെ തുറന്നാൽ ചിലപ്പോൾ നമുക്ക് 1-2 കച്ചവടമെങ്കിലും കിട്ടിയേക്കാം. അത് ഒരു കാര്യം. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും എനിക്ക് അതുപോലെ അസൗകര്യം വന്നെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്യാതിരിക്കുകയുള്ളൂ. ഇനി മാത്രമല്ല, വീഡിയോ ചെയ്യുന്നില്ലെങ്കിലും അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വഴി നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കാനും ശ്രമിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ 2 വർഷം മുമ്പിട്ട ചില വീഡിയോസ് ഒക്കെയാണ് ഇപ്പോൾ എനിക്ക് 90K+ വ്യൂസിലേക്ക് പോയിരിക്കുന്നത്. അതിന് അന്ന് 1000-ൽ താഴെ വ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് അല്ലെങ്കിൽ ഓരോ സമയം കഴിയും തോറും ഇതെല്ലാം ഫിക്സഡ്, എന്താ പറയുക, ഡെപ്പോസിറ്റ് പോലെ, ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് ഈ വീഡിയോസ്. സോ ഈ വീഡിയോസ് ഒക്കെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, കയറി അത് റീച്ച് ആവുന്നത്. സോ അതവിടെ കിടന്നോട്ടെ, എപ്പോഴെങ്കിലും കയറി ഓടും. നമ്മൾ ചെയ്യുക, യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആ വീഡിയോസ് എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്ത് നമുക്ക് വ്യൂസ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പറയുന്നതാണ് കൺസിസ്റ്റൻസി. നമ്മൾ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ്ലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് യൂട്യൂബിൽ എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണെങ്കിലും ഒരു കാര്യം സ്ഥിരോത്സാഹത്തോടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാനായിട്ട് പറ്റത്തുള്ളൂ. 2020 ജനുവരി മാസം ആരംഭിച്ച ഈ യൂട്യൂബ് ചാനൽ 2025 ആയിട്ടും 45,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അത് വലിയൊരു കൗണ്ട് ഒന്നും അല്ല. 5 വർഷം കൊണ്ട് എന്നും വീഡിയോ ഇട്ടിട്ട് ഇത്ര എത്തിക്കാൻ പറ്റിയുള്ളൂ എന്ന് നിങ്ങൾ നോക്കുമ്പോൾ കാര്യം മനസ്സിലാകും. അതുപോലെ കഷ്ടപ്പെട്ടാണ് ഇത്രയും ഓഡിയൻസിനെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരോത്സാഹത്തോടെ വീഡിയോസ് ചെയ്തെങ്കിൽ മാത്രമേ യൂട്യൂബിൽ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. മാത്രമെന്ന് പറയുന്നില്ല, ചിലപ്പോൾ 1-2 വീഡിയോ കൊണ്ട് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. അത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. നോർമലി യൂട്യൂബ് സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്നവരൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ചെയ്ത് നല്ല രീതിക്ക് കഷ്ടപ്പെട്ടാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. സോ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് വ്യൂസുമായി ബന്ധപ്പെട്ട്, വ്യൂസ് കുറഞ്ഞിട്ടും എന്തുകൊണ്ട് പിന്നെയും വീഡിയോസ് ചെയ്യുന്നു എന്നുള്ളത്. എന്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്ന ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇപ്പൊ കാണുന്ന ഈ വീഡിയോ സെറ്റപ്പ് ഒക്കെ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. നമ്മൾ ഇതുപോലെയൊന്നും ആയിരുന്നില്ല വീഡിയോ ചെയ്തിരുന്നത്. അപ്പൊ നല്ലൊരു മൈൽ സ്റ്റോൺ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ഇപ്പോൾ ഒരു ചെറിയ ഒരു വീഡിയോ ഷൂട്ടിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും സങ്കടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കാനുള്ള സ്പേസിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നു. സോ ഇതൊക്കെ ഒരു ദിവസം കൊണ്ടല്ല. ക്യാമറ മേടിച്ച്, പുതിയ ഫോൺ മേടിച്ച്, ട്രൈപോഡ് വാങ്ങി, മൈക്ക് മേടിച്ച് ഒന്നുമല്ല ചാനൽ തുടങ്ങിയത്. കയ്യിലുള്ള ഒരു 7500 രൂപയുടെ ഫോണിലാണ് നമ്മൾ ഈ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നും വലിയ സെറ്റപ്പിലൊന്നുമല്ല റൺ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള സെറ്റപ്പുകളിലാണ്. അതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. വ്യൂസ് കുറഞ്ഞു വന്നതുകൊണ്ട് വീഡിയോ ചെയ്യാതിരിക്കരുത്. നമ്മുടെ ഓഡിയൻസിനെ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് വാല്യൂ കൊടുക്കുക, മാക്സിമം അവർക്ക് ഇൻഫർമേഷൻ ഡെലിവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ വീഡിയോയിൽ പറയാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യം ഇതാണ്: യൂട്യൂബിൽ നിന്ന് നമുക്ക് നല്ല രീതിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ. യൂട്യൂബ് നമുക്ക് ഒരിക്കലും എന്താ പറയുക, ഒരു പെട്ടെന്നുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് റീച്ച് ആവാനുള്ള ഒരു ഷോർട്ട് കട്ട് ഒന്നുമല്ല. അത് അത്യാവശ്യം സമയമെടുക്കുന്ന പരിപാടിയാണ്. സമയമെടുക്കും, ക്ഷമ വേണം എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് യൂട്യൂബിലെ ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ നമുക്ക് യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇനി അപ്ഡേറ്റ് ചെയ്ത് പോവാം. കുറച്ചായിട്ട് യൂട്യൂബിന്റെ കാര്യങ്ങൾ നമ്മൾ അധികം ഷെയർ ചെയ്യുന്നില്ലായിരുന്നു. എനിവേ, യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ചെറിയൊരു മോട്ടിവേഷൻ തരും. ആ മോട്ടിവേഷൻ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഡിസിപ്ലിൻഡ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ഹെൽപ്പ് ആവട്ടെ. നിങ്ങൾക്കും യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട് സാധിക്കട്ടെ, ഒരു യൂട്യൂബർ ആവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമുക്ക് വെബ്സൈറ്റ്, ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട്. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതൊക്കെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും